പാഠം 478 ഒരു മാനസാന്തരത്തിന്റെ കഥ. ഹലോ, അതെ. വിദ്യ, ഇന്ന് രാവിലെ തന്നെ കേസ് വിളിക്കുന്നാണ് പറഞ്ഞത്. അതെ, നീ ഒരു 10 കഴിയുമ്പോഴേക്കും എത്തിയേക്കണേ. എനിക്ക് ചെറിയൊരു പേടിയുണ്ട്. മണികണ്ഠന്റെ അച്ഛൻ ഇന്നലെ മുഴുവൻ ഗുണ്ടകളെയും കൂട്ടി ടൗണിൽ കറങ്ങി നടക്കുന്നത് കണ്ടെന്നാ പറഞ്ഞത്. ഏയ്, അങ്ങനെയൊക്കെ കണ്ടുപിടിക്കൊന്നുമില്ല. രാവിലെ എന്നെ വന്നൊന്ന് കാണാൻ ഞാൻ മണികണ്ഠനോട് പറഞ്ഞിട്ടുണ്ട്. ശരി, ഞാൻ 10 ആകുമ്പോഴേക്കും എത്തും. പതിവില്ലാത്തൊരു പേടി സാധാരണ ഇങ്ങനെയൊന്നും പറയാറില്ലല്ലോ നീ. അതെ, ഇന്നൊരു കേസുണ്ട്. അതൊരു കുറച്ച് കുഴപ്പം പിടിച്ച കേസാ. അതിന്റെ ഒരു ചെറിയ പേടി. എന്ത് കേസ്? ടൗണിൽ പെയിന്റിന്റെ ഹോൾസെയിൽ ബിസിനസ് നടത്തുന്ന പ്രഭാകരൻ എന്നയാളുടെ ഒറ്റ മോൻ മണികണ്ഠനും ബ്ലേഡ് കമ്പനി നടത്തുന്ന കുര്യാക്കോസിന്റെ മകൾ അലീനയുമാണ് എന്റെ കക്ഷികള്. ഒരേ സമയം 2 കക്ഷികളോ? മണികണ്ഠനും അലീനയും കോളേജിൽ ഒരുമിച്ച് പഠിച്ചവരാ. പഠിച്ചുകൊണ്ടിരുന്നപ്പോ സംഗതി പ്രേമമായി. പ്രേമത്തിനകത്ത് നാട്ടി പാട്ടാവുകയും ചെയ്തു. 2 പേരുടെ വീട്ടില് പറഞ്ഞു. പ്രശ്നമായി. എന്തു വന്നാലും ഒരു ക്രിസ്ത്യാനി പെണ്ണിനെ കെട്ടാൻ സമ്മതിക്കില്ല എന്ന് മണികണ്ഠന്റെ അച്ഛൻ. ഒരു ഹിന്ദുവിന് മോളെ കെട്ടിച്ചു കൊടുക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് അലീനയുടെ അപ്പച്ചനും. പിള്ളേർ 2 പേരും ഒരു അവസരം കിട്ടുന്നവരെ ഒതുങ്ങി കഴിഞ്ഞു. ഒടുവിൽ മണികണ്ഠന് തിരുവനന്തപുരത്ത് ജോലി കിട്ടി. അടുത്ത ആഴ്ച ജോലിക്ക് ജോയിൻ ചെയ്യണം. അലീന ഇവിടെ വിട്ടിട്ട് പോയാൽ ലീവിന് തിരിച്ചു വരുമ്പോഴേക്കും കുര്യാക്കോസ് മോളെ നിർബന്ധിച്ച് വേറെ കല്യാണം കഴിപ്പിച്ചാലോ എന്നോർത്ത് മണികണ്ഠൻ 2 ദിവസം മുന്നേ അലീനയും കൊണ്ട് മുങ്ങി. രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് കല്യാണം രജിസ്റ്ററും ചെയ്തു. സംഭവം അറിഞ്ഞ 2 വീട്ടുകാരും മക്കളെ തപ്പിപ്പോ നാട്ടിലിറങ്ങിയിരിക്കുക. മണികണ്ഠൻ അലീനയെ തട്ടിക്കൊണ്ടുപോയി എന്ന് പറഞ്ഞ കുര്യാക്കോസ് കേസും കൊടുത്തു. ഇന്ന് കേസ് കോടതി വരുമ്പോ അലീനയും മണികണ്ഠനും ഹാജരാവണം. ഞാനാ അവർക്ക് വേണ്ടി കേസ് വാദിക്കുന്നത്. നീ ഈ പറയുന്ന കേട്ടാൽ പ്രഭാകരനും കുര്യാക്കോസും ഒക്കെ ഭയങ്കര തെറ്റുകാരാണെന്ന് തോന്നുമല്ലോ. പ്രേമത്തിന്റെ പേര് പറഞ്ഞ് മക്കൾ ഒരു അബദ്ധത്തിൽ ചാടുമ്പോ തിരുത്തുക എന്നുള്ളതാണ് അച്ഛനമ്മമാരുടെ ഉത്തരവാദിത്വം. അതേ അവർ ചെയ്യുന്നുള്ളൂ. പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് കല്യാണം കഴിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരു രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. മണികണ്ഠനും അലീനയും അവരുടെ സ്വാതന്ത്ര്യം ഉപയോഗിച്ചു. അത് തടയുന്ന ആരായാലും അവർ ചെയ്യുന്നത് നിയമലംഘനമാണ്. നിയമം ലംഘിക്കാനുള്ളതല്ല, അനുസരിക്കാനുള്ളതാ. പക്ഷേ നീ ഇപ്പൊ പറഞ്ഞിട്ട് വന്നത് നിയമം. പക്ഷേ എല്ലാ കാര്യങ്ങളും നിയമം മാത്രം നോക്കി ജീവിക്കാൻ പറ്റുമോ? പറ്റണം. അതിനാണല്ലോ നിയമം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഒരു വീട്ടിൽ ഒരച്ഛനും മകനും ഉണ്ടെന്ന് കരുതുക. മകന് പ്രായപൂർത്തിയായി. നമ്മുടെ നാട്ടിലെ നിയമം അനുസരിച്ച് പ്രായപൂർത്തിയായവർക്ക് മദ്യപിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് മകൻ കള്ളു കുടിക്കുമ്പോ അച്ഛൻ മിണ്ടാതിരിക്കുവോ? മദ്യപാനം ആരോഗ്യത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞ് തടയും. മദ്യപാനം ആരോഗ്യത്തിന് ദോഷമാണ് എന്ന് പറഞ്ഞു മനസ്സിലാക്കുന്നതിൽ കുറ്റമില്ല. പക്ഷേ തടയാൻ നിയമമില്ല. കുട്ടികൾ ജനിക്കുമ്പോ മുതൽ അവരെ വളർത്തി വലുതാക്കി പഠിപ്പിച്ച് വലിയ ആളാക്കുന്ന അച്ഛനമ്മമാർ തന്നെയാണ് മക്കളുടെ കല്യാണ കാര്യത്തിലും തീരുമാനമെടുക്കേണ്ടത്. അതൊക്കെ പണ്ടാണ് മോഹനേട്ടാ. ഇനിയുള്ള കാലത്ത് അത് നടക്കില്ല. മക്കളെ ജനിപ്പിക്കുന്ന അച്ഛനമ്മമാർക്ക് മക്കളെ പഠിപ്പിക്കാനും അവരുടെ കാര്യങ്ങൾ നോക്കി നടത്താനുള്ള ബാധ്യതയുണ്ട്. പക്ഷേ അതിന്റെ പേരിൽ അവരുടെ കല്യാണ കാര്യത്തിൽ വീട്ടുകാർക്ക് എന്താ കാര്യം? ഞാൻ ആരുടെ കൂടെ ജീവിക്കണം എന്നത് ഞാനല്ലേ തീരുമാനിക്കേണ്ടത്, അല്ല അച്ഛനും അമ്മയാണോ? എന്നിട്ട് നിന്റെ കാര്യത്തിൽ നീ അല്ലല്ലോ തീരുമാനമെടുത്തത്. ഞാൻ നിന്നെ പെണ്ണ് കാണാൻ വന്നു കഴിഞ്ഞ് നിന്റെ അച്ഛനല്ലേ ആ കല്യാണം നടത്താം എന്ന് പറഞ്ഞത്. എന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിൽ തീരുമാനമെടുക്കാൻ ഞാൻ എന്റെ അച്ഛനെ അനുവദിച്ചതാണ് എനിക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. ഞാൻ തന്നെ അന്വേഷിച്ച് കണ്ടുപിടിച്ചിരുന്നെങ്കിൽ കുറെ കൂടെ സ്നേഹവും മനുഷ്യത്വമുള്ള ഒരാളെ കിട്ടിയനെ. എന്തു ചെയ്യാം, അന്നാ ബുദ്ധി പോയില്ല. അതിന്റെയാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത്. എന്തായാലും എനിക്ക് പറ്റിയ തെറ്റ് ഇനിയുള്ള പിള്ളേർക്ക് പറ്റരുതല്ലോ. വക്കീലില്ലേ? ഉണ്ട്. ഞാൻ മണികണ്ഠൻ, പെയിന്റിംഗ് കട നടത്തുന്ന പ്രഭാകരന്റെ മകനാണ്. മനസ്സിലായി. അപ്പോ ഇത് കുര്യാക്കോസ് ചേട്ടന്റെ മകളായിരിക്കും.
അതെ, ഞങ്ങളുടെ കാര്യമൊക്കെ ചേച്ചി പറഞ്ഞിട്ടുണ്ടാവുമല്ലേ? ഉണ്ട്. ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. മണികണ്ഠൻ എത്ര വയസ്സായി? 26. ഇത്രയും കാലം മണികണ്ഠനെ വളർത്തിയതും പഠിപ്പിച്ചതൊക്കെ അച്ഛനല്ലേ? അതെ. ഇപ്പൊ മണികണ്ഠന് ഒരു ജോലി കിട്ടിയപ്പോ അച്ഛനെ വേണ്ടാതായി. ഇനിയിപ്പോ തോന്നും പോലെ അങ്ങ് ജീവിക്കാന്ന് തീരുമാനിച്ചു. അങ്ങനെയല്ല സർ, ഞാനും അലീനയും പണ്ട് ഇഷ്ടത്തിലാണ്. പക്ഷേ അച്ഛൻ കല്യാണം നടത്തി തരില്ല എന്ന് പറഞ്ഞു. അലീനയെ ഇത്രയും കാലം സ്നേഹിച്ചു വളർത്തിയത് കുര്യാക്കോസരനല്ലേ? അതെ. ഇന്നലെ കണ്ടൊരു പയ്യന്റെ പേരിൽ ഇത്രയും കാലം വളർത്തിയ അപ്പച്ചനെ മറന്നുപോകുന്നത് ശരിയാണോ? സാർ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കൂ. എനിക്ക് ചത്ത് കളയാനാ ഞങ്ങളുടെ തീരുമാനം. എത്ര എളുപ്പമുള്ള തീരുമാനം. ഇത്രയും കാലം നിങ്ങളെ സ്നേഹിച്ച് ലാളിച്ച് നിങ്ങളുടെ സകല കാര്യങ്ങളും നടത്തി തന്നിരുന്ന വീട്ടുകാരെ ധിക്കരിച്ച് നിങ്ങൾ ഇറങ്ങിയപ്പോ ചത്ത് കളയാമെന്ന് അവർക്ക് തോന്നിയാലോ? നോക്കൂ, നിങ്ങൾ ഈ ചെയ്തത് ശരിയല്ല. വിവാഹം പോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ തീരുമാനമെടുക്കേണ്ടത് മുതിർന്നവരാണ്. പറഞ്ഞു മനസ്സിലായല്ലോ? നിങ്ങൾ ഇങ്ങോട്ട് പോന്നു. എന്താ മണികണ്ഠ? ആ ഹോട്ടൽ മുറി ഇരിക്കുന്ന ശരിയാവില്ല വക്കീലെ. എൻ്റെ അച്ഛൻ്റെയും ഇവളുടെ അപ്പച്ചൻ്റെയും സ്വഭാവം വെച്ച് അവിടെ വന്ന് ഞങ്ങളെ ബലമായി പിടിച്ചോണ്ട് പോകും. അതൊന്നും ഉണ്ടാവില്ല. ഇനി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങളെ 11 മണിക്ക് കോടതി കൊണ്ടുവന്നല്ലേ പറ്റൂ. എന്നാലും ഞങ്ങൾക്കൊരു പേടി. ഈ പേടിയൊക്കെ നേരത്തെ തോന്നേണ്ടതായിരുന്നു. ഇനിയിപ്പോ അത് തോന്നിട്ടുള്ള കാര്യമുണ്ടോ? ഇനി തോന്നിയാലും കാര്യമുണ്ട്. നമുക്കൊരു തെറ്റുപറ്റിയും തോന്നിയാൽ അത് എപ്പോ വേണമെങ്കിലും തിരുത്താം. എന്നിട്ട് എനിക്ക് പറ്റിയ തെറ്റ് ഞാൻ തിരുത്തിയില്ലല്ലോ. മതി. മോഹനേട്ടാ, വക്കീലും കക്ഷികളും കൂടി വളരെ ഗൗരവമുള്ള ഒരു ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എന്തിനാണ്? ഇതെന്റെ വീടാണ്. ഇവിടെ ആരൊക്കെ എന്തൊക്കെ ചർച്ച ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ഇതെന്റെ കൂടി വീടാ. നിങ്ങൾ തമ്മിൽ എപ്പോഴും വഴക്കാണല്ലോ. ഞങ്ങൾ വഴക്കുണ്ടാക്കണോ വേണ്ടയോന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം. എന്തായാലും കല്യാണം കഴിഞ്ഞ് ഇത്രയും നാളായിട്ടും ഞങ്ങൾക്ക് കോടതിയിലൊന്നും കയറേണ്ടി വന്നിട്ടില്ല. മക്കള് ചെല്ല്. കൃത്യം 10 ആകുമ്പോഴേക്കും വക്കീൽ ഓഫീസിലേക്ക് വന്നാൽ മതി. ശരി. കേറിക്കോ. ആഹാ, വിലാപ്സിൽ പോകാൻ ഇറങ്ങിയോ? അപ്പൊ കാപ്പി ഒന്നും കുടിക്കണ്ടേ? എനിക്ക് കാപ്പി വേണ്ട. ഞാൻ കൃഷ്ണൻകുടിയുടെ ചായ കിടന്ന് കഴിച്ചോളാം. ഞാൻ അങ്ങേയറ്റം ന്യായമായ ഒരു കാര്യം പറഞ്ഞതിനാണോ ഈ പുകലുണ്ടാക്കണേ? നീ പറഞ്ഞതിൽ ഒരു ന്യായവുമില്ല. പക്വതയില്ലാതെ എടുത്തു ചാടുന്നവരെ പറഞ്ഞ് തിരുത്തുന്നതിന് പകരം അവർക്ക് കൂട്ടു നിൽക്കുന്നത് എവിടത്തെ ന്യായമാണ്? എന്തിനാ മോഹനേട്ടാ ഈ വാശി? മണികണ്ഠനും അലീനയ്ക്ക് വിദ്യാഭ്യാസമുണ്ട്. മണികണ്ഠനാണെങ്കിൽ ഇപ്പൊ ഒരു നല്ല ജോലിയുണ്ട്. അവർക്ക് പരസ്പരം ഇഷ്ടമാണ്. 2 മതത്തിൽ ജനിച്ചു പോയിന്നതിന്റെ പേരില് അവർ ഒരുമിച്ച് ജീവിക്കാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നതാണോ എന്റെ ന്യായം? 2 മതത്തിൽപ്പെട്ടവർ കല്യാണം കഴിക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ സ്വന്തം വീട്ടുകാരെ പിണക്കി ഒരു കല്യാണം കഴിക്കുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. വീട്ടുകാരെ ആവശ്യമില്ലാതെ വാശി പിടിക്കുന്നുണ്ടല്ലേ മോഹനേട്ട ഈ പ്രശ്നമൊക്കെ വരുന്നത്? അവരെ കല്യാണത്തിന് സമ്മതിച്ച് തീരുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. മോഹനേട്ടാ, മനസ്സിലൊരു ഇഷ്ടം ഉണ്ടായിട്ട് അത് മറന്നു കളയാൻ മക്കളോട് പറയുന്ന അച്ഛനമ്മമാർക്ക് മക്കളോട് സ്നേഹമുണ്ടെന്ന് പറയാൻ പറ്റൂ? മക്കളുടെ ഇഷ്ടത്തെക്കാട്ടിലും സ്വന്തം വാശിക്ക് അവർ പ്രാധാന്യം കൊടുക്കുന്നതാണ് അതിന്റെ പ്രശ്നം. നീ എന്തൊക്കെ പറഞ്ഞാലും ഇപ്പോഴീ പറഞ്ഞത് ശരിയല്ല. നമുക്ക് മക്കളുണ്ടാവുമ്പോ അവരും ഇത്തരം ധിക്കാരം കാണിക്കും എന്നോർത്തോ. എന്റെ മക്കളുടെ ന്യായമായ ഒരു ഇഷ്ടത്തിനും ഞാൻ എതിര് നിൽക്കില്ല. പിന്നെന്താ പ്രശ്നം? ഞാൻ ഇറങ്ങുന്നു. കാപ്പിയോ? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്തൊരു കഷ്ടമെന്ന് ആലോചിച്ച് നോക്കിയേ. വീട്ടുകാരുടെ പിടിവാശി കാരണമല്ലോ ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. മക്കളോട് സ്നേഹം കാണിക്കുന്ന ഇങ്ങനെയാണോ? ആവശ്യമില്ലാതെ വാശി പിടിച്ചിട്ട് ഇപ്പൊ എന്തായി? 2 വീട്ടുകാർക്ക് ഇപ്പൊ തോന്നുന്നുണ്ടാവും കാണിച്ചത് മുഴുവൻ അബദ്ധമായിരുന്നു. എന്റെ കാഞ്ചന സാറേ, ലോകം എത്ര മാറിയാലും ഇക്കാര്യത്തിൽ നമ്മുടെ ആളുകൾ മാറില്ല. അച്ഛന്റെ അമ്മയുടെ അനുവാദമില്ലാതെ മക്കൾ കള്ളു കുടിച്ചാലും തമ്മിൽ തല്ലിയാലും ക്ഷമിക്കും. പക്ഷെ പ്രേമം അത് മാത്രം സഹിക്കില്ല. അതാ നമ്മുടെ നാട്ടിലെ രീതി. എന്നാലും ശിവൻകുട്ടിയെ ശ്യാമനെയും കൂടെ കല്യാണം കഴിച്ച സ്ഥിതിക്ക് വീട്ടുകാർക്ക് ആ പ്രശ്നം വിടാമായിരുന്നു. പ്രേമിക്കുന്ന അത്ര വലിയ തെറ്റൊന്നുമില്ലല്ലോ.
ആര് പ്രേമിക്കുന്ന കാര്യമാണ്? സ്വയം പ്രഭയോടാ ചോദിച്ചത്. ആര് പ്രേമിക്കുന്ന കാര്യമാണ് പറയുന്നത് എന്ന്. അത് സാറേ, എന്റെ ചെറിയച്ഛന്റെ വീടിന്റെ അടുത്ത് നടന്ന സംഭവത്തെ കുറിച്ച് പറയായിരുന്നു. അവിടെ താമസിക്കുന്ന ശിവൻകുട്ടി എന്ന് പറയുന്ന പയ്യൻ, അവനൊരു പ്രൈവറ്റ് ബസ്സിലെ കണ്ടക്ടറാ. അവനും കുറച്ചപ്പുറത്ത് താമസിക്കുന്ന ശ്യാമള എന്ന പെൺകുട്ടിയായിട്ട് പ്രേമത്തിലായിരുന്നു. ശിവൻകുട്ടിയുടെ ബസ്സിലായിരുന്നു ശ്യാമള കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ഒടുവിൽ പ്രേമത്തെപ്പറ്റി 2 വീട്ടുകാരും അറിഞ്ഞു. പ്രശ്നമായി. ശ്യാമളയുടെ കോളേജിൽ പോക്ക് നിർത്തിച്ചിട്ട് അവളെ കെട്ടിച്ചുവിടാൻ വീട്ടുകാർ തീരുമാനിച്ചതോടെ 2 പേരും കൂടെ ഒളിച്ചോടിപ്പോയി കല്യാണം കഴിച്ചു. കല്യാണം കഴിഞ്ഞിട്ടും വീട്ടുകാർ വാശി കളഞ്ഞില്ല. ശ്യാമളയുടെ വീട്ടുകാര് ശിവൻകുട്ടിയുടെ ജോലി കളയിച്ചു. അവരെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കാത്ത അവസ്ഥയായി. സഖിയിട്ട് 3 ദിവസം മുമ്പേ 2 പേരും കൂടെ ആത്മഹത്യ ചെയ്തു. മക്കളോടുള്ള സ്നേഹം കൊണ്ട് വീട്ടുകാർ ചെയ്ത ദ്രോഹോ സാറേ. ഇപ്പൊ 2 വീട്ടുകാർക്ക് മിണ്ടാട്ടമില്ല. അവരെ കല്യാണം കഴിച്ച് ജീവിക്കാൻ വിട്ടിരുന്നെങ്കിൽ ഈ പ്രശ്നം വല്ലതും ഉണ്ടാവുമായിരുന്നോ? അപ്പൊ കാഞ്ചന എന്താ പറഞ്ഞു വരുന്നത്? ആരെങ്കിലും 2 പേർ തമ്മിൽ പ്രേമമായാൽ ഒരു എതിർപ്പും പറയാതെ വീട്ടുകാർ സമ്മതിച്ചു കൊടുക്കണം എന്നാണോ? എന്റെ സാറേ, ഇക്കാലത്ത് കല്യാണമൊക്കെ കുട്ടികളുടെ ഇഷ്ടത്തിന് വിടുന്നതല്ലേ ബുദ്ധി. കാഞ്ചന പ്രേമിച്ചാണോ കല്യാണം കഴിച്ചത്? അല്ല. ശിശുപാലനോ? അല്ല. എന്റെ കല്യാണവും വീട്ടുകാർ നിശ്ചയിച്ചതാണ്. എന്നിട്ട് നമുക്കൊന്നും ഒരു പ്രശ്നം ഉണ്ടായില്ലല്ലോ. ഇല്ല. കല്യാണം പോലുള്ള വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കുട്ടികൾക്ക് തീരുമാനമെടുക്കാൻ പറ്റില്ല. അത് എപ്പോഴും അച്ഛനമ്മമാർക്ക് വിടുന്നതാണ് നല്ലത്. നല്ല കക്ഷിയോടാ പറഞ്ഞത്. മോഹനേഷ് സാറിന് പ്രേമം എന്ന വാക്കിനോടെ അലർജിയാ. ഹലോ, ആ അതെ, ഉത്തമനാണ്. അയ്യോ ദാസപ്പ ചേട്ടാ, ഞാൻ അങ്ങോട്ട് വിളിക്കാതിരിക്കായിരുന്നു കേട്ടാ. ഇന്നലെ പഞ്ചായത്ത് സെക്രട്ടറിയെ കണ്ട് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. പക്ഷെ നമ്മൾ വിചാരിച്ച പോലെ എളുപ്പത്തിൽ കാര്യങ്ങൾ അങ്ങോട്ട് നടക്കുമെന്ന് തോന്നുന്നില്ല ഏട്ടാ. എന്തെങ്കിലും കൈമടക്ക് കൊടുക്കേണ്ടി വരും. അല്ല, അതിന് ദാസപ്പ ചേട്ടന് പ്രയാസമൊന്നും ഇല്ലല്ലേ? ഓ ശരിയപ്പോ, അപ്പൊ രാവിലെ ആണോ? ഓ ഓ ഓ നമസ്കാരം സാറ്. സാറേ, സംഭവമൊക്കെ സാർ അറിഞ്ഞാണല്ലോ? ഇല്ല. പെയിന്റ് നടത്തുന്ന പ്രഭാകരൻ ചേട്ടന്റെയും ബ്ലേഡിന് പൈസ കൊടുക്കുന്ന കുര്യാക്കോസ് ചേട്ടന്റെയും പിള്ളേര് തമ്മില് പ്രേമിച്ച് ഒളിച്ചോടി പോയി കല്യാണം കഴിച്ച സംഭവം സാർ അറിഞ്ഞാണല്ലോ? കേട്ടു. ഇന്ന് കോടതി കേസുണ്ടായിരുന്നു. നമ്മുടെ സത്യഭാമ വക്കീലല്ലേ പിള്ളേർക്ക് വേണ്ടി വാദിച്ചത്? അറിഞ്ഞു. എന്തായാലും വക്കീൽ ഇന്ന് അങ്ങോട്ട് കലക്കി. നാട്ടിൽ 2 പ്രമാണിമാരല്ലേ, പ്രഭാകരൻ ചേട്ടനും കുര്യാക്കോസ് ചേട്ടനും. മുന്തിയ വക്കീലന്മാരെയും കൊണ്ടാണ് 2 പേര് കോടതിയിൽ വന്നത്. പക്ഷെ പിള്ളേരെ കോടതിയിൽ ഹാജരാക്കി ഒരു 10 മിനിറ്റേ സത്യഭാമ വക്കീൽ കേസ് വാദിച്ചുള്ളൂ. ജഡ്ജി മണികണ്ഠനോടും അലീനയോടും ചോദിച്ചു, എന്താണ് നിങ്ങളുടെ തീരുമാനം എന്ന്. പിള്ളേർ 2 പേരും പറഞ്ഞു, ഞങ്ങൾ തമ്മിൽ ഇഷ്ടത്തിലാണ്, കല്യാണം രജിസ്റ്റർ ചെയ്ത് കഴിയുകയും ചെയ്തു, ഇനിയുള്ള കാലം ഒരുമിച്ച് ജീവിക്കണം എന്ന്. അപ്പൊ കുര്യാക്കോസേട്ടന്റെ വക്കീൽ പറയാണ്, മണികണ്ഠൻ അലീനെ തട്ടിക്കൊണ്ടുപോയതാണ് എന്ന്. അപ്പൊ അലീന പറഞ്ഞു അല്ല എന്ന്. അതോടെ ജഡ്ജി പറഞ്ഞു, പ്രായപൂർത്തിയായ 2 പേർക്ക് കല്യാണം കഴിക്കാനും ഒരുമിച്ച് ജീവിക്കുവാനും ആരുടെ അനുവാദം വേണ്ട എന്ന്. ഇനി ഈ കുട്ടികളെ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുതെന്നും ജഡ്ജി പറഞ്ഞു. എന്നാൽ വക്കീലാളൊരു പുലി തന്നെയാണ്. എനിക്കങ്ങനെ തോന്നുന്നില്ല. 2 വീട്ടുകാരെ തമ്മിൽ പിണക്കി കേസ് ചതിക്കുന്നത് അത്ര മെടുക്കാവുന്ന എങ്ങനെയാ? ഇനിയുള്ള കാലം 2 പേർക്കും വീട്ടുകാരുടെ സഹായമില്ലാതെ ജീവിക്കേണ്ടി വരില്ലേ? അതിന് കാര്യമൊന്നുമില്ല സാറേ. മണികണ്ഠൻ അടുത്ത തിങ്കളാഴ്ച ജോലിക്ക് കയറാലോ. നല്ല ശമ്പളമുള്ള ജോലിയാണെന്നാണ് പറഞ്ഞു കേട്ടത്. അതുവരെ മണികണ്ഠന്റെ ഒരു കൂട്ടുകാരന്റെ വീട്ടിൽ താമസിക്കാന്നാണ് അവൻ പറയുന്നത് ഞാൻ കേട്ടത്. ഇനിയിപ്പോ അവരായി അവരുടെ പാടായി. കുര്യാക്കോസേട്ടനും പ്രഭാകരൻ ചേട്ടനും കൂടെ മാനത്ത് ഇങ്ങനെ നോക്കി ഇരിക്കാന്നുള്ളതല്ലാതെ അയ്യോ ഇഷ്ടപ്പെട്ടില്ലേ. സാറിന്റെ ഭാര്യയല്ലേ കേസ് വായിച്ച് ജയിച്ചത്? എന്നിട്ട് സാറിന് എന്തോ ഒരു സന്തോഷമില്ലാത്ത? ഓ, പറഞ്ഞു വരുമ്പോ മോഹനേഷ് സാർ ഒരു പ്രേമവിരോധിയാണല്ലോ. ആഹാ, വന്നല്ലോ ഇല്ല അപ്സര.
മോഹനേട്ടാ, ഇന്ന് നടന്ന സംഭവങ്ങളൊക്കെ അറിഞ്ഞല്ലോ. അറിഞ്ഞു. കോടതി വിധി പറഞ്ഞപ്പോൾ പ്രഭാകരന്റെ കുര്യാക്കോസിന്റെ മുഖമൊക്കെ ഒന്ന് കാണേണ്ടതായിരുന്നു. പ്രഭാകരൻ കോടതി വെച്ച് ബഹളം ഉണ്ടാക്കാൻ നോക്കി. നീ എന്റെ മകനല്ല, ഇനി എന്റെ വീടിന്റെ പരിസരത്ത് വരരുത് എന്നൊക്കെ പറഞ്ഞു. പക്ഷെ ജഡ്ജി പറഞ്ഞു, ഈ പരിപാടിയൊന്നും ഇവിടെ നടക്കില്ല, മര്യാദയ്ക്ക് പെരുമാറണമെന്ന്. സ്വന്തം മകൻ പരസ്യമായ ധിക്കാരം കാണിക്കുമ്പോ ഏതൊരച്ഛനും പറയുന്നതേ പ്രഭാകരനും പറഞ്ഞിട്ടുള്ളൂ. അതിന് അദ്ദേഹത്തെ കുറ്റം പറയണ്ട. കോടതിയിൽ നിന്ന് ഞങ്ങൾ പുറത്തേക്ക് വരുമ്പോ കുര്യാക്കോസ് അവിടെ നിൽപ്പുണ്ടായിരുന്നു. അയാൾ അലീലയുടെ നേരെ പോലും ഒന്നും നോക്കിയില്ല. നേരെ ചെന്ന് മണികണ്ണോട് പറഞ്ഞു, എന്റെ മോളെ പറഞ്ഞു പറ്റിച്ചത് നീയാ, നിന്നെ ഞാൻ വെറുതെ വിടില്ല എന്ന്. ഞാൻ പറഞ്ഞു, കുര്യാക്കോസ് ചേട്ടാ, വിരട്ടലൊക്കെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് തിരിച്ചടയ്ക്കാത്തവരുടെ അടുത്ത് മതി. കോടതിയുടെ കോമ്പൗണ്ടിൽ വെച്ച് എന്റെ കക്ഷികളെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അടി എണ്ണേണ്ടി വരുമെന്ന്. പിന്നെ അയാൾ ഒന്നും മിണ്ടില്ല. എന്തായാലും സമാധാനമായി കഴിഞ്ഞിരുന്ന 2 വീടുകളിൽ പ്രശ്നം ഉണ്ടാക്കിയപ്പോ നിനക്ക് സമാധാനമായല്ലോ. എന്താ മണികണ്ട, എന്താ കാര്യമെന്ന് പറ. അത് വക്കീലെ, ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് വക്കീലിന്റെ ഒരു സഹായം വേണം. എന്താ? ഞാൻ പറഞ്ഞിരുന്നില്ലേ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടില് 4-5 ദിവസത്തേക്ക് താമസിക്കാൻ പോകുന്നതെന്ന്. അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. എന്ത് പ്രശ്നം? എൻ്റെ അച്ഛൻ അവനെ വിളിച്ച് അവിടെ എന്നെ താമസിപ്പിച്ച പ്രശ്നമാവുമെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവൻ ഞങ്ങളെ കൈയൊഴിഞ്ഞു. അല്ല, അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? 3-4 ദിവസം കഴിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് പോകാൻ പറ്റൂ. അതുവരെ ഹോട്ടലിൽ താമസിക്കാൻ പറ്റില്ല. എൻ്റെ അച്ഛനോ ഇവളുടെ അപ്പച്ചനോ പ്രശ്നം ഉണ്ടാക്കിയാലോ? ഇതൊക്കെ എന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം? ഞാനൊരു വക്കീലാണ്. എന്റെ ജോലി എന്റെ കക്ഷിയുടെ കേസ് ബാധിക്കുക, ജയിക്കുക എന്നത് മാത്രമാണ്. അത് ഞാൻ ചെയ്തല്ലോ. ഇനി നിങ്ങളുടെ ഒരു കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എനിക്കില്ല. അങ്ങനെ പറയരുത് ചേച്ചി. സത്യം പറഞ്ഞ മണികണ്ഠന് ജോലിയാവുന്നത് വരെ ഞങ്ങൾക്ക് പോവാൻ വേറൊരു സ്ഥലവും ഇല്ല. വീട്ടിലും നാട്ടിലുള്ള സകലരും ശത്രുക്കളായി. ഇതൊക്കെ നിങ്ങൾ നേരത്തെ ആലോചിക്കേണ്ട കാര്യങ്ങളല്ലായിരുന്നോ? എന്റെ കക്ഷികളൊക്കെ ഇങ്ങനെ ഒരു ആവശ്യമായിട്ട് വീട്ടിലേക്ക് കയറി വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഞാൻ എന്ത് ചെയ്യും? 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ വക്കീലെ. ഇത് ഞാനും എന്റെ ഭർത്താവും കൂടി വളരെ സമാധാനമായി ജീവിക്കുന്ന ഒരു വീടാണ്. പുറത്തുനിന്ന് ആരെ ഞങ്ങൾ ഇവിടെ താമസിപ്പിക്കാറില്ല. നിങ്ങള് വേറെ എന്തെങ്കിലും വഴി നോക്കൂ. എന്താ പ്രശ്നം? അല്ല, ഇവരെ താമസം കണ്ടുവച്ചിരുന്ന വീട്ടുകാര് ഇപ്പൊ അവിടെ പറ്റില്ല എന്ന് പറയുന്നു. അല്ല, ഇതിനിപ്പോ എനിക്കെന്ത് ചെയ്യാൻ പറ്റും? 3-4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. നിങ്ങൾ ഹോട്ടലിൽ താമസിക്കുക. സത്യം പറഞ്ഞ അങ്ങനെ ചെലവാക്കാൻ മാത്രം പൈസ എൻ്റെ കയ്യിലില്ല. വലിയ തയ്യാറെടുപ്പുകളൊന്നും ഇല്ലാതെ ഇറങ്ങിയതല്ലേ. ഇനിയിപ്പോ ജോലിക്ക് ചേർന്ന് ശമ്പളം കിട്ടി തുടങ്ങിയാലേ എന്തെങ്കിലും രക്ഷയുള്ളൂ. എങ്കിൽ പിന്നെ ജോലിക്ക് ചേർന്ന് ശമ്പളം കിട്ടി തുടങ്ങിയതിന് ശേഷം ഈ പെങ്കൊച്ചിനെ വിളിച്ചോണ്ട് പോന്ന പോരായിരുന്നു? അത് അപ്പോഴേക്ക് ഇവളുടെ കല്യാണം നടത്തി കളയെന്നുള്ള പേടിയുണ്ടാകും. മോനെ മണികണ്ഠ, ഇന്നലെ വരെ ഇങ്ങനെ ഒരു സഹായം ചോദിച്ച് ആരുടെയെങ്കിലും മുന്നിൽ കൈനീട്ടേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? ഇല്ല. അലീനയ്ക്കോ? ഇല്ല. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു അവസ്ഥ വരാതിരുന്നത്? നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും കണ്ടറിഞ്ഞ് ചെയ്യുന്ന അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു നിങ്ങൾക്ക്. പക്ഷേ പ്രേമം തലക്ക് പിടിച്ചപ്പോ ഒക്കെ അങ്ങ് മറന്നു. വീട്ടുകാരെ മറന്ന് 2 പേരും കൂടി ചാടി അങ്ങ് ഇറങ്ങി. അങ്ങനെ ചെയ്താലുണ്ടാകുന്ന വരുംവരായകളെ കുറിച്ച് പറഞ്ഞു തരേണ്ട വക്കീൽ ഭരണഘടനയിലെ ന്യായങ്ങൾ പറഞ്ഞ് നിങ്ങളെ പ്രോത്സാഹിപ്പിച്ചു. ഇപ്പോഴോ? ഇത് എന്നെ കുറ്റം പറഞ്ഞിട്ട് എന്താ കാര്യം? കക്ഷി കേസുമായിട്ട് വക്കീലിന്റെ അടുത്ത് വരും. കേസ് വാദിച്ച് ജയിക്കൽ മാത്രമാണ് എന്റെ ജോലി. ഈ പ്രായത്തിലൊരു പെങ്കൊച്ചിനെയും കൊണ്ട് കയ്യിൽ കാശില്ലാതെ എവിടെ പോയി താമസിക്കും എന്നുകൂടി പറഞ്ഞു കൊടുക്കണമായിരുന്നു വക്കീല്. രണ്ടുപേരും അകത്ത് പോ. പറഞ്ഞു മനസ്സിലായില്ലേ? ആ ബാഗ് കൊടുക്കുന്ന അകത്ത് പോ. മോഹനേട്ടാ, നീ മിണ്ടരുത്. ഒക്കെ വരുത്തിച്ച് നീയാ. നിങ്ങളകത്ത് പോ. ആ പിന്നെ ഈ വീട്ടിൽ ചില ചിട്ടകളും രീതികളൊക്കെ ഉണ്ട്. അതൊന്നും തെറ്റിക്കാൻ പാടില്ല. ഇവിടെ നിങ്ങൾ താമസിക്കുന്നതിന് പൈസ തരണ്ട. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഞാൻ ചിലവാക്കുന്ന പണം ശമ്പളം കിട്ടുമ്പോൾ എനിക്ക് തിരികെ തരണം. കാരണം ഈ കേസിൽ ഞാൻ കക്ഷിയോ വക്കോലോ അല്ല. വലിയ ഉപകാരം സാർ. അവതരിപ്പിക്കൂ. മോഹനേട്ടാ,
തന്നെയാണോ ഇതൊക്കെ പറഞ്ഞത്? എനിക്കിത് വിശ്വസിക്കാനേ പറ്റുന്നില്ല. എനിക്കും. പക്ഷേ എന്റെ മുമ്പിൽ വേറെ വഴികളില്ല. എന്റെ തുടങ്ങി വെച്ച പ്രശ്നം വഷളായി കഴിയുമ്പോ ഞാൻ എങ്ങനെ നോക്കിക്കും? ഇന്ന് ആഫീസിൽ വെച്ച് സ്വയംപ്രഭ ഒരു കഥ പറഞ്ഞു. പോകാൻ സ്ഥലമില്ലാതെ വന്നപ്പോ ആത്മഹത്യ ചെയ്തൊരു ശിവൻകുട്ടിയുടെ കഥ. പ്രേമിക്കാനും കല്യാണം കഴിക്കാനും സ്വാതന്ത്ര്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് നിനക്ക് അവരെ പ്രോത്സാഹിപ്പിക്കാം. പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോ സഹായിക്കുകയും വേണം. ഇനി ഈ കുട്ടികൾ വല്ല അബദ്ധം കാണിച്ച അതിന്റെ കുറ്റബോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഈ ജന്മം നിനക്ക് പറ്റുമോ? നോക്കുന്നേ, എന്റെ മോഹനേട്ടനെ ഇപ്പോഴും എനിക്കൊക്കെ ശരിക്കും മനസ്സിലാക്കാൻ പറ്റില്ലോ എന്ന് ഞാൻ ആലോചിക്കായിരുന്നു. ശരിക്കും എന്റെ വില്ലേജ് ഓഫീസർ ആരാ? അങ്ങേയറ്റ സ്നേഹവും മനുഷ്യത്വവും കാരുണ്യവും ഒക്കെയുള്ള ഒരു നല്ല മനുഷ്യൻ. മോഹനേട്ടൻ ഒരു വലിയ സംഭവം. ജന്മനാ പ്രണയവിരോധിയാണെങ്കിലും മോഹനകൃഷ്ണൻ മനസാക്ഷിയുള്ളവനാണെന്ന് നമുക്കറിയാം. വീട്ടുകാരെ ധിക്കരിച്ച് കല്യാണം കഴിക്കാൻ ഇറങ്ങിയ മണികണ്ഠനും അലീനയും ഇനി ഈ വില്ലേജ് ഓഫീസറുടെ സംരക്ഷണത്തിലാണ്. ആ കളി എവിടെ ചെന്ന് നിൽക്കുമെന്നറിയാൻ കാര്യം നിസ്സാരം തുടർന്ന് കാണുക.